Welcome to Flavors of India. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുവാണ്. കുറച്ച് നോർത്ത് ഭാഗത്തേക്കാണ് നമ്മളുടെ യാത്ര. ഇത് നിങ്ങൾക്ക് പരിചയമുള്ളൊരു സംസ്ഥാനം തന്നെയാണ്, ഉത്തരാഖണ്ഡ് എന്നുള്ള മനോഹരമായ പ്രദേശം. ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തിനെ ഒരു 2 ഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ 2 പോർഷനായിട്ട് നമുക്ക് കാണാം, ഈസ്റ്റും വെസ്റ്റും. നമ്മൾ സഞ്ചരിച്ച വഴികളെല്ലാം വെസ്റ്റ് ഭാഗത്തുള്ള ഉത്തരാഖണ്ഡിൻ്റെ സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ വെസ്റ്റ് എന്ന് പറയുമ്പോൾ പടിഞ്ഞാറേ ഭാഗത്തുള്ള ഉത്തരാഖണ്ഡ്. ആ ഭാഗം എന്ന് പറഞ്ഞാൽ ചാർധാം എന്ന് പറയുന്ന 4 പ്രധാന സ്ഥലങ്ങൾ, ധാമങ്ങൾ, അതായത് നമ്മളുടെ കേദാർ, ബദരി, പിന്നെ ഗംഗോത്രി, യമുനോത്രി. ഭാഗീരഥി തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഉത്തരകാശിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ലോകത്താണോ ഞാൻ നിൽക്കുന്നതെന്ന് തോന്നിപ്പോടും. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഗംഗോത്രിയാണ്. മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുവാണ്. വളരെ നിർഭാഗ്യകരമായി അവിടുത്തെ കാഴ്ചകളും നമ്മൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം അവിടെ വലിയൊരു മലയിടിച്ചിലും ഫ്ലാഷ് ഫ്ലഡും ഒക്കെ വന്നിട്ട് ആ പ്രദേശമാകെ നശിച്ചു പോയി എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായി നമ്മൾ വീക്ഷിച്ച കാഴ്ചകൾ തന്നെയാണ്. ഏറ്റവും മനോഹരമായ കാഴ്ചകൾ നമ്മൾ ആ പ്രദേശത്ത് കണ്ടു. അതേസമയം ഏറ്റവും വലിയ ട്രാജിക്കായിട്ടുള്ള വാർത്തകളും അതിനോടനുബന്ധിച്ചുള്ള കാഴ്ചകളും നമ്മൾ വീക്ഷിച്ചതാണ്. ഇപ്പോൾ നമ്മൾ പോയിരുന്ന ആ ചാർധാമിൻ്റെ ആ റൂട്ടെല്ലാം തന്നെ ഇപ്പോൾ റിപ്പയർ വർക്ക് നടക്കുകയാണ്. അവിടെ ഒരുപാട് പണി നടക്കുകയാണ്. അവിടെ പഴയതുപോലെ തന്നെ ഈ റോഡ്സും ഒക്കെ പുനഃസ്ഥാപിക്കാനായിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ലെവലിൽ ഒരുപാട് പ്രോജക്ട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതേസമയം നമ്മൾ ഈസ്റ്റേൺ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈസ്റ്റേൺ ഭാഗമാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. കുമാവൂൺ മൗണ്ടൻ റേഞ്ചസിൻ്റെ ആ ഭാഗത്തു കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ കുമയൂൺ റീജിയനിലാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ പറയാനാണെങ്കിൽ ഇത് 1560 കുമയൂൺ റീജിയൻ സ്ഥാപിതമായത്, അന്നത്തെ ചാന്ദ് രാജാക്കന്മാരുടെ കാലത്ത്. അപ്പോൾ ഈ പ്രദേശം എല്ലാം തന്നെ ഈ കുമയൂൺ ഭാഗത്തെ, ഉത്തരാഖണ്ഡിൻ്റെ കുമയൂൺ ഭാഗത്തെ പ്രദേശങ്ങളെല്ലാം തന്നെ പല പല രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു. ഗുപ്ത കിങ്സ് ഉണ്ടായിരുന്നു, ഗുപ്ത രാജാക്കന്മാർ. ഹിസ്റ്ററി പഠിച്ച ആൾക്കാർക്ക് മനസ്സിലാവും, ഗുപ്ത റൂളേഴ്സ് അവരുടെ അധീനതയിലായിരുന്നു. പിന്നെ ഒരു കാലത്ത് ചാന്ദ് റൂളേഴ്സും ഭരിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കാലത്ത്, അപ്പോൾ ചാന്ദ് റൂളേഴ്സിൻ്റെ പീരീഡ് 1560 ഇങ്ങനെ ഒരു ഏരിയാസ് തന്നെ ഭയങ്കരമായിട്ട് ഈ കുമയൂൺ ഭാഗം ഡെവലപ്ഡ് ആയത്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാവുന്ന അൽമോറ എന്ന് പറയുന്ന പ്രദേശമൊക്കെ അവരുടെ ഒരു റീജിയണൽ ക്യാപിറ്റൽ തന്നെയായിരുന്നു എന്ന് പറയാം ആ ഒരു സമയത്ത്. അത് കഴിഞ്ഞിട്ട് പിൽക്കാലത്ത് ഗൂർഖാസ്, നേപ്പാളിൽ നിന്നുള്ള ഗൂർഖ റെജിമെൻറ്റ്സ് അവർ വന്ന് അൽമോറയും പരിസര പ്രദേശങ്ങളും എല്ലാം കീഴടക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അതായത് ഈ കുമയൂൺ എന്ന് പറയുന്ന പ്രദേശത്ത് ആദ്യം കൈയടക്കി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഗാർവാൾ ഭാഗത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ചെറുതായിട്ടൊന്ന് ഇടപെടേണ്ട ഒരവസ്ഥ വന്നു. അങ്ങനെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഈ ഭാഗത്തേക്ക് ശ്രദ്ധ ചെലുത്തുകയും ഈ ആൾക്കാരുമായിട്ട്, അത് ഈ നേപ്പാളിൽ നിന്ന് വന്ന ഗൂർഖ പീപ്പിളുമായിട്ടൊരു സെറ്റിൽമെൻറ്റ് ടോക്ക്, അങ്ങനെ ഒരു ട്രീറ്റി സൈൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ 1817 ട്രീറ്റി ഓഫ് സിഗോളി എന്ന് പറയുന്ന ട്രീറ്റി ബ്രിട്ടീഷുകാരും ഈ ഗൂർഖാസുമായിട്ട് സൈൻ ചെയ്യുന്നത്. കാര്യം 1800 നൂറ്റാണ്ടിലാണ് ഇങ്ങനെ നേപ്പാളിൽ നിന്ന് വന്ന് ഗൂർഖാസ് ഈ കുമയൂൺ ഭാഗമെല്ലാം കൈയടക്കി വെച്ചത് ഉത്തരാഖണ്ഡിൻ്റെ. പക്ഷേ ഈ ട്രീറ്റിയോടുകൂടി, സിഗോളി എന്ന് പറഞ്ഞ ട്രീറ്റിയോടുകൂടി ബ്രിട്ടീഷുകാരുടെ അധീനതയിലേക്ക് കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പ്രദേശമൊക്കെ ബ്രിട്ടീഷുകാരുടെ ഒരു സമ്മർ ക്യാപിറ്റൽ തന്നെയായിരുന്നു. കാര്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ്. ഈ ഭാഗത്തു നിന്നെല്ലാം നോക്കിയാൽ ഹിമാലയൻ സാനുക്കളെല്ലാം കാണാൻ സാധിക്കും.
പിന്നെ ഒരുപാട് ബ്യൂട്ടിഫുൾ പ്ലേസസ് ആണ്, ഒരുപാട് പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ. കാര്യം ഹോളി പ്ലേസസ്, ഒരുപാട് പിൽഗ്രിം സെൻറ്റേഴ്സ്, ഭാഗേശ്വർ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ, പിന്നെ നൈനിറ്റാൾ എന്ന് പറയുന്ന അതിമനോഹരമായ ഹിൽ സ്റ്റേഷൻ, ഇതൊക്കെ തന്നെ ഈ കുമയൂൺ റീജിയൻ്റെ പ്രത്യേകതകളാണ്. കുമയൂൺ ഹിമാലയാസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഉത്തരാഞ്ചൽ എന്ന് പറയുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. 2000-ലാണ് ഇത് യുപിയുടെ ഭാഗമായിരുന്നു. ഈ ഉത്തരാഖണ്ഡ് പ്രദേശങ്ങളെല്ലാം തന്നെ ഈ കുമയൂൺ ഭാഗവും ഗാർവാൾ ഹിമാലയാസിൻ്റെ ഭാഗവും എല്ലാം കൂടി യുപിയുടെ ഭാഗമായി കടന്ന സ്ഥലങ്ങളാണ്. പിൽക്കാലത്ത് 2000-ലാണ് ഇതൊരു പ്രത്യേക സംസ്ഥാനമാക്കി മാറ്റുന്നതും ഉത്തരാഞ്ചൽ എന്ന് പറയുന്ന പേര്. പിന്നെ 2007 കഴിഞ്ഞിട്ടാണ് അതിനെ റീനെയിം ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് എന്നുള്ള പേര്, ഉത്തരാഖണ്ഡ്. ഇപ്പോൾ ഇത് ഉത്തരാഖണ്ഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈസ്റ്റേൺ ഉത്തരാഖണ്ഡിലൂടെയാണ് സഞ്ചരിക്കാൻ പോകുന്നത്. ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കും. മനോഹരമായ കാഴ്ചകൾ, വിശേഷപ്പെട്ട ക്ഷേത്രങ്ങൾ, ബസാറുകൾ, ഇവിടുത്തെ ജനജീവിതം, ഇതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് മുന്നേറാം. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങാം. കുമയൂൺ റീജിയൻ ഓഫ് ഉത്തരാഖണ്ഡ് തുടങ്ങാം. നമ്മളുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അൽമോറ എന്ന് പറയുന്ന മനോഹരമായ ഒരു വാലി ആൻഡ് ഹിൽസ് ഉള്ള ഒരു ഭാഗം, താഴ്വാരങ്ങളും മലനിരകളും നിറഞ്ഞ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഏതാണ്ട് കുറേ ദൂരം നമ്മൾ സഞ്ചരിച്ച് മുന്നോട്ട് വന്നപ്പോൾ കുറേ ഭാഗത്ത് വരുമ്പോൾ ഇങ്ങനെ മണ്ണിടിച്ചിലൊക്കെ നടന്ന സ്ഥലങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ ശരിക്കും പീക്ക് സമ്മർ ടൈമിലാണ് വന്നിരിക്കുന്നത്. ഇതിവിടുത്തെ സീസൺ ടൈമാണെന്നാണ് പറയുന്നത്, പീക്ക് സമ്മർ. പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ, ഈ ഭാഗത്തൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ഈ കാടുകളൊക്കെ ഇങ്ങനെ കത്തിപ്പോയതുപോലെ ഉണ്ട്, മരങ്ങളും ഒക്കെ. ഇങ്ങനെ താഴേക്ക് ഒരു കാറ്റടിക്കുമ്പോൾ പോലും മേളിൽ നിന്ന് ഇങ്ങനെ കരിയിലകൾ താഴേക്ക് ഇങ്ങനെ തെന്നി വരും. ഇങ്ങനെ മണ്ണ് ഏത് നിമിഷവും താഴേക്ക് വരാവുന്ന ഒരു ലാൻഡ്സ്കേപ്പാണ്. ഇങ്ങനെ മുകൾ ഭാഗത്തു നിന്നും താഴേക്ക് മണ്ണും കല്ലും പിന്നെ മഴക്കാലമാകുമ്പോൾ വെള്ളവും ഒക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന കാഴ്ച കാണാം. ഈ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് താഴോട്ട് വന്നിട്ടാണ് ഇങ്ങനെ നടുക്ക് കൂടി ഒരു നദി ഒഴുകുന്ന ഒരു പ്രദേശമുണ്ട്. പക്ഷേ ഇപ്പം നദിയിൽ വെള്ളമേ ഇല്ല. കാര്യം എന്താ? ഈ സമ്മർ ടൈം, വേനൽക്കാലത്ത് വെള്ളമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ലാൻഡ്സ്കേപ്പാണ്. പക്ഷേ കണ്ടില്ലേ, പാറക്കൂട്ടങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പാറകൾ ഫുൾ പാറ. ഇത് ശരിക്കും ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഇവിടുത്തെ വഴി സഞ്ചരിച്ചാൽ ഇവിടേക്ക് ഇങ്ങനെ കുത്തി ഒഴുകുന്ന നദിയെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ പോലും നമ്മൾ ഇവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കാല് തട്ടിയാൽ പോലും മണ്ണിങ്ങനെ താഴേക്ക് പോകും. വെരി ഡേഞ്ചറസ്. പക്ഷേ ഇപ്പോഴത്തെ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. കാര്യം നദിയിൽ വെള്ളം കുറവാണ്. പിന്നെ അത്രയും വലിയ താഴ്ചയിലല്ല പോയിരിക്കും. നമ്മൾ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ഭാഗത്താണ് നിൽക്കുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോൾ ഹൈറ്റ് കൂടും. അങ്ങനത്തെ ഒക്കെ കാഴ്ചകളാണ്. ഇപ്പം ഇങ്ങനെ ഈ മലയിടുക്കുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അൽമോറ എന്നുള്ള മനോഹരമായ സ്ഥലം എത്താൻ ഇനി 27 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞു.
പക്ഷേ ഇങ്ങനത്തെ വ്യത്യാസമുള്ള കാഴ്ചകൾ കാണുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇറങ്ങി നോക്കുകയാണ്. ഇതൊരു മനോഹാരിത എന്നല്ല പറയുന്നത്, ഒരു മനോഹരമായ ഭൂപ്രദേശം ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നതാണ്. കണ്ടില്ലേ, ഇത് മെയിൻ റോഡാണ്, നാഷണൽ ഹൈവേ ആണ്. പക്ഷേ ഈ സൈഡിലെ മല ഇടിഞ്ഞ് താഴേക്ക് വന്നിട്ട് ഈ ഭാഗത്തെല്ലാം റോഡ് കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്നില്ല. കണ്ടില്ലേ, മേളിലേക്ക് നോക്കൂ, കംപ്ലീറ്റ്. ഈ വലിയ മല ഇങ്ങനെ ഇടിഞ്ഞ് വലിയ ബ്ലോക്സ് ഓഫ് റോക്ക് കണ്ടില്ലേ, ഇത് കിടക്കുന്ന വലിയ കഷ്ണങ്ങളായിട്ട്, ഇതാണ് ആ മേളിൽ നിന്ന് വീണ് ബോൾഡേഴ്സ് ഓഫ് റോക്സ്. ഇത്രയും വലിയ പാറക്കഷ്ണം മേളിൽ നിന്ന് ഉരുണ്ട് വീഴുന്ന ഒരു കാഴ്ച നിങ്ങൾ ആലോചിച്ച് നോക്കും. ഈ റോഡൊക്കെ പോയി ആ സമയത്ത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നതൊക്കെ പുതിയതായിട്ട് സിമെൻറ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബൗണ്ടറീസാണ്. പക്ഷേ ഇവിടെ ഒന്നും ആ സമയത്ത് വാഹനങ്ങൾ കടന്നു പോവില്ല. ഇതെല്ലാം തന്നെ ഒരു ഡിസാസ്റ്റർ ഏരിയ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലേ, ഇതേ ടോപ്പോഗ്രാഫി തന്നെയാണ് നമ്മൾ കേദാർനാഥിലേക്കുള്ള റൂട്ട്. കാരണം ഇതെല്ലാം തന്നെ ഉത്തരാഖണ്ഡിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം ഒരേ ലാൻഡ്സ്കേപ്പാണ്. അതായത് വളരെ ബലമില്ലാത്ത മണ്ണും പാറകളും ചേർന്ന് ഉണ്ടാകുന്ന ഒരു മലകളാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ വെള്ളം വീണ് കഴിഞ്ഞാൽ, മഴ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സോയിൽ, മണ്ണിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഉതിർന്നു വീഴുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ പാറക്കൂട്ടങ്ങൾ മാത്രമോ, മണ്ണിൻ്റെ സപ്പോർട്ട്, മണ്ണ് മുഴുവൻ ഒലിച്ചു പോകും. അപ്പോൾ പാറ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് താഴേക്ക് വരും. അതുകൊണ്ടാണ് ഇത്തരം കെലാമിറ്റീസ്, നാച്ചുറലായിട്ടുണ്ടാകുന്ന കെലാമിറ്റീസാണ് ഇത്രയും ട്രാജഡീസ്. അപ്പോൾ ഇതൊക്കെ ആ സംഗതികൾ പോലെ തന്നെയാണ്. ഇപ്പോൾ കേദാറിൽ സംഭവിച്ച കാര്യങ്ങൾ പോലെ സംഭവിച്ച സ്ഥലങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവിടെയൊന്നും ആൾ താമസമില്ല, വാഹനങ്ങൾ പോകുന്ന വഴിയാണെന്നും മാത്രം. അപ്പോൾ ആ സമയത്തൊക്കെ ഇതുവഴിയുള്ള ട്രാൻസ്പോർട്ടേഷനൊക്കെ ഏതാണ്ട് നിർത്തി വെച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കും. അതിപ്പോൾ കണ്ടില്ലേ, ഇതെല്ലാം പുതിയതായിട്ട് റിപ്പയർ ചെയ്ത് റെഡിയാക്കിയാണ് ഈ റോഡൊക്കെ സംരക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഇനി എത്ര കാലമൊന്നും പറയാക്കില്ല. ഇത് എഗെയിൻ അടുത്ത മഴക്കാലത്തും വീണ്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. എത്ര ബലം കൊടുത്ത് വന്നാലും വീണ്ടും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട് ഇവിടെ. ഒക്കെ വലിയ പാറക്കൂട്ടങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഇത് നദി കവിഞ്ഞൊഴുകുമ്പോൾ ഈ പാറകളെല്ലാം ഇതിൻ്റെ താഴേക്ക് പോകും. അപ്പോൾ ഇതൊന്നും കാണാൻ പറ്റില്ല. ഇവിടുത്തെ ഒരു ടോട്ടലായിട്ടുള്ളൊരു ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. ധൈര്യമായിട്ട് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുകയാണ്. കണ്ടില്ലേ, ഇതാ ഈ മലയാണ് ഇടിഞ്ഞു വീണത്, ഈ പാറ ഇങ്ങനെ ഉരുണ്ടുരുണ്ടാണ് ഇതേ താഴേക്ക് പോയത്, ഇത്ര വലിയ പാറകൾ പോയി എന്നൊക്കെ. എനിക്ക് ആ സമയത്ത് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമായിരുന്നോ ഇത്ര ധൈര്യപൂർവ്വം? ഒരിക്കലും പറ്റില്ല. ഇപ്പോൾ ശരിക്കും ഏറ്റവും സേഫായിട്ടുള്ള പീരീഡിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സേഫാണെന്ന് പറയാം. എന്നാൽ പോലും നമ്മൾ ചെന്ന് ചവിട്ടി കൊടുത്താൽ, ഇങ്ങനെ ചവിട്ടുമൊക്കെ ചെയ്യുകയാണെങ്കിൽ മണ്ണ് സ്ലിപ്പ് ചെയ്ത് താഴേക്ക് വരും. അപ്പോൾ അത്ര ബലം പോലും ഇല്ല. പാറകളും മണ്ണും ഇങ്ങനെ വെറുതെ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്ന പോലെയാണ് ഓരോ മൗണ്ടൻസും ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്ന വഴികൾ. ഇനിയും നമ്മളിങ്ങനെ മുകളിലേക്ക് പോകാൻ പോവുകയാണ്. ഇത് ഏതാണ്ട് ഒരു 1650 മീറ്റർ അബവ് സീ ലെവലിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അൽമോറ എന്ന് പറയുന്ന 1650 മീറ്റർ അബവ് സീ ലെവൽ. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ പകുതി വരെ ഏറ്റവും പീക്ക് സീസണാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മഴക്കാലമാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് ഒരു പച്ചപ്പും ഇങ്ങനെ ഈ റിവറെല്ലാം കുത്തി ഒഴുകുന്ന കാഴ്ചയും നിറക്കാഴ്ചകൾ കാണാൻ സാധിക്കും. അപ്പോൾ പക്ഷേ മലയിടിച്ചിലൊക്കെ പ്രതീക്ഷിക്കാം. ഇത് ഏറ്റവും സേഫായിട്ടുള്ള സമയമാണ് യാത്ര ചെയ്യാൻ. അപ്പോൾ എന്തായാലും നമുക്കിനി മുന്നോട്ട് തന്നെ പോകാം. ഈ ഹൈവേയിലൂടെ ഇപ്പോൾ ഒന്നും പേടിക്കാണ്ട് തന്നെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നൊരവസ്ഥയുണ്ട്. മുന്നോട്ട്
മലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പാലങ്ങളാണ് ഈ ഭാഗത്തല്ല. അപ്പോൾ നമ്മൾ ഒരു മലയിലൂടെ സഞ്ചരിച്ച് മലയിലൂടെ വെട്ടിയുണ്ടാക്കിയ റോഡിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഇപ്പോൾ അടുത്ത മൗണ്ടൻ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതേ നോക്കൂ, കണ്ടില്ലേ, ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്ത റോഡും പുതിയ ബ്രിഡ്ജുമാണ്. ഈ വെള്ളപ്പൊക്കത്തിൽ ഈ ലാൻഡ് സ്ലൈഡിലും ഒക്കെ ഈ പഴയ പാലവും എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. പ്ലസ് ഇവിടെ എല്ലാം മണ്ണിടിഞ്ഞ് ഈ പാറക്കൂട്ടങ്ങളെല്ലാം താഴെ വീണ പ്രദേശമാണ്, കണ്ടില്ലേ. പക്ഷേ എന്നിട്ടും ഇതുവഴി ഇങ്ങനെ ആ റോഡ് മുകളിലേക്ക് പോവുകയാണ്. നമുക്ക് സഞ്ചരിക്കാനുള്ള റോഡാണ് ആ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഇപ്പോൾ ഏറ്റവും സേഫ് പീരീഡ് ആണെന്ന് പറയുമെങ്കിലും ഈ ഭാഗത്തെയൊക്കെ ലാൻഡ്സ്കേപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഞ്ചരിക്കാൻ ചെറിയൊരു ഭയം തോന്നില്ലേ. അങ്ങനെ ഇരുമ്പ് പാലമൊക്കെ കെട്ടി ഇപ്പോൾ സ്ട്രോങ് ആക്കി വെച്ചിരിക്കുവാണ്. പക്ഷേ ഒന്നും പറയാൻ പറ്റില്ല, ഇപ്പോൾ വെള്ളം വളരെ കുറഞ്ഞ് കിടക്കുകയാണ് ഈ നദിയിൽ. പക്ഷേ ഒരു ടൈമിൽ വേണ്ട ഈ ഏതാണ്ട് ഇതേ പൊക്കത്തിൽ തന്നെ വെള്ളം പൊങ്ങി ഇവിടുത്തെ ബ്രിഡ്ജെല്ലാം അടിച്ചുകൊണ്ട് പോയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കുറച്ച് നല്ലതായിട്ടൊക്കെ സ്ട്രോങ് ആയിട്ട് നല്ലൊരു ബ്രിഡ്ജാണ് ഇപ്പോൾ കെട്ടിയിരിക്കുന്നത്. ബ്രിഡ്ജിൻ്റെ സൈഡിലൂടെ ക്രോസ് ചെയ്ത് വരുമ്പോൾ ധാരാളം വാഹനങ്ങൾ വരികയാണ്. ശരിക്കും 2 വാഹനങ്ങൾ ഒരേ സമയം പോകാനുള്ള സ്പേസ് ഇല്ല, അത്രയ്ക്ക് വീതിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഒതുങ്ങി കൊടുക്കുക. ഇനി കൂടുതൽ ഒതുങ്ങി ഞാൻ ഇതിൽ അവിടെ നിന്ന് താഴേക്ക് പോകും. ഞാൻ ശരിക്കും പാലത്തിൽ നിന്നും ഓടി കയറുമായിരുന്നു. കുറച്ച് ദൂരം നിന്ന് ഇങ്ങനെ കുറേ വാഹനങ്ങൾ ഒന്നിച്ചു വന്നു. ഭംഗിയുള്ള സ്ഥലമാണ് അല്ലേ, മനോഹരമായ സ്ഥലമാണ്. പക്ഷേ എത്ര സൗന്ദര്യമുണ്ടോ അത്രത്തോളം അപകടകാരിയുമാണ് ഇത്തരം പ്രദേശങ്ങൾ. ഈ ലാൻഡ്സ്കേപ്പിനെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും, നമ്മളെ വല്ലാണ്ട് ആകർഷിക്കും. പക്ഷേ ഏതാണ്ട് തീനാളങ്ങൾ നമ്മളുടെ ഈയാമ്പാറ്റകളെയൊക്കെ ആകർഷിക്കുന്ന പോലെയോ അങ്ങനെയൊക്കെയാണ്, ഫ്ലൈസിനെ ആകർഷിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, അതുപോലെയാണ് സംഭവം. പാലത്തിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ പാലം ഒന്ന് കുലുങ്ങുന്നുണ്ട് നന്നായിട്ട്. ഈശ്വര, ഇതിന് എത്ര ബലം ഉണ്ടെന്നറിയില്ല. കാര്യം ഇരുമ്പ് പാലം തന്നെയാണ്. ഈ ബസ്സിലും വാഹനങ്ങളിലും കാറിലും ഒക്കെ പോകുന്ന ആൾക്കാർ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്, എന്താണ് ഈ പാലത്തിൽ വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നതെന്ന് അറിയാൻ. കണ്ടില്ലേ, ധാരാളം വാഹനങ്ങൾ പോകുന്ന റൂട്ടാണിത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടംപോലെ. കാര്യം ഈ ഒരു യാത്ര ചെയ്യണമെങ്കിൽ, ഈ പ്രദേശത്തേക്കൊക്കെ പോകണമെങ്കിൽ, നമ്മൾ അൻമോറയിലേക്കുള്ള യാത്രാ മധ്യേ കാണുന്ന കാഴ്ചകളാണ്. ഈ പാലത്തിലൂടെയും ഈ മലയിടുക്കുകളിലൂടെയൊക്കെ സഞ്ചരിച്ചാൽ മാത്രമേ അവിടെ എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു വലിയ മലയും ആ മലയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ ഒരു ചെറിയൊരു പാലം മാത്രമാണ്. നടുക്ക് കൂടി ഒഴുകുന്ന നദിയും. പക്ഷേ ഈ നദിയിൽ ഇപ്പോൾ വെള്ളം തീരെ കുറവാണ്. പക്ഷേ നദിയിൽ വെള്ളം കൂടിയാലും പ്രശ്നമാണ്. ഇവിടെ മുഴുവൻ ഇങ്ങനെ ഇത് വെള്ളം കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. പക്ഷേ ഇപ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. വളരെ അന്തസ്സായിട്ട് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ട് ഭയങ്കര ധൈര്യമായിട്ട് ഇവിടെ നിൽക്കുവാണ്. പക്ഷേ ഇതിപ്പോൾ നല്ല സേഫാണല്ലോ. എല്ലാ മണ്ണിടിച്ചിലും കഴിഞ്ഞ് പാറ വീഴാനുള്ള പാറയെല്ലാം താഴേക്ക് വീണ് കഴിഞ്ഞു. ഇനി എന്താ ബാക്കി എന്നുള്ള ഒരു അഹങ്കാരത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇനിയും ബാക്കിയുണ്ട്. ഇനി എപ്പോൾ വേണമെങ്കിലും ഈ കാര്യങ്ങളെല്ലാം താഴേക്ക് പോകാം. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ജനതയൊക്കെ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ബോധവാന്മാരും ബോധവതികളും ആണ്. അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാണല്ലോ. കാര്യം അവരിപ്പോൾ സാധാരണഗതിയിൽ ഈ മലമുകളിലും ഈ ഇങ്ങനെ മൗണ്ടൻ്റെ സൈഡ്സിലൊക്കെ കൊണ്ടാണ് സാധാരണയായിട്ട് വീടുകൾ പണിയുന്നത്, അല്ലെങ്കിൽ ഷോപ്സ് ഉണ്ടാക്കുന്നത്. പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഈ അറ്റത്തട്ടെല്ലാം കൊണ്ടിങ്ങനെ ബിൽഡിങ്സ് വയ്ക്കും.
നമുക്കത് കാണുമ്പോൾ തന്നെ അതിശയം തോന്നും, ഇതെങ്ങനെ ഇത്. അപ്പോൾ ഒരു ചെറിയൊരു ലാൻഡ് സ്ലൈഡ് വന്നാൽ പോലും അത് ഹോൾ തിങ് താഴേക്ക് പോകുന്നൊരവസ്ഥയാണ്. എനിക്കോട് അതിനൊക്കെ ഇപ്പോൾ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. പാറക്കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ സിക്സാഗ് പാറ്റേണിലൊക്കെ ഇങ്ങനെ ഒരു രീതിയിലായിരിക്കുവാണ്. വാഹനങ്ങളും ഞാനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാണ്ട് പോവാണ്. സൈഡിലൂടെ ഇങ്ങനെ തൊട്ടില്ല എന്നുള്ള മട്ടിലാണ് ഇപ്പോഴത്തെ യാത്ര. അല്ലേ കംപ്ലീറ്റ് ഇപ്പോൾ ഏതാണ്ടൊരു പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെ യാതൊരു പച്ചപ്പും കാണുന്നില്ല. കാര്യം ഇതൊരു മഴക്കാലം കഴിഞ്ഞ് വരുവാണെങ്കിൽ നല്ലൊരു ഗ്രീനറി ആയിരുന്നേനെ. പക്ഷെ നമ്മൾ ഇനി പോകാൻ പോകുന്നത് 13 കിലോമീറ്റർ അൽമോറ, 21 കിലോമീറ്റേഴ്സ് ചിറ്റായി, ദീനാപാനി, ജാഗേശ്വർ. ഇതൊരു പ്രധാന പോയിൻ്റാണ്. പിൽഗ്രിമേജ് നടത്തുന്ന, അതായത് തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. 48 കിലോമീറ്റേഴ്സ് ഫ്രം ഹിയർ. കൗസാനി, ഇതും പ്രധാന സ്ഥലമാണ്. ഇതെല്ലാം ഈ റൂട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത്.